വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. ഒറ്റ മൈൻഡ് ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ടോ? യാ മോനെ, ഹാർഡ് വർക്ക് ഉണ്ടല്ലേ, ഒരു മാറ്റവും ഇല്ല. വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. അപ്പം ഒരുപാട് ആഗ്രഹിച്ച് നിന്നിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ കറന്റ്ലി നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു പ്രശ്നം വെച്ചിട്ട് അപ്പൊ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, ഇതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും അവിടുന്ന് ഇന്നത്തെ വീഡിയോയുടെ തുടക്കം കുറിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മറ്റെവിടെയല്ല, നമ്മൾ തിരുവനന്തപുരത്താണ്. പേരൊന്നും പറയേണ്ട, നിങ്ങൾക്ക് സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടല്ലോ, ഇത് അമ്പലം, അത് മോസ്ക്, അവിടെ പള്ളി. അപ്പം ഇതാണ് ലൊക്കേഷനാണ്. അതുപോലെ ഒരു ഐക്കോണിക് ലൊക്കേഷനാണ് എക്കാലത്തെയും. കറന്റ് ഇപ്പം അയച്ച് ട്രെൻഡിങ് ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം. സോ എന്തായാലും ഇവിടെ വന്നൊരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. സോ എന്തായാലും ഇന്നത്തെ നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോക്കകത്ത് കണ്ട പോലെ തന്നെ ആദ്യം കട്ടപ്പന വന്നിട്ടുണ്ട്, കട്ടപ്പന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മളിന്ന് ഇവിടെ നേരെ കന്യാകുമാരിക്ക് പോകാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ കട്ടപ്പന എന്തെങ്കിലും കാണിച്ചിട്ട് വാടേന്നും പറഞ്ഞ് പുള്ളിയോടെ നിൽപ്പുണ്ട്. സോ നമുക്ക് എന്തായാലും വി ആർ ഗോയിങ് സ്ട്രേറ്റ് ടു കന്യാകുമാരി. എന്തായാലും നമുക്ക് ഒന്നുണ്ടല്ലോ കുറെ ചായ ഒക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പോകാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യത്തെ പോലെ നല്ല അടിപൊളി ഒരു വിഷ്വൽസ് കാണാൻ പറ്റും എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമ്മളപ്പോൾ അവിടുന്ന് നേരെ വന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് ഇതൊക്കെ കാണുമ്പോഴല്ലോ നമ്മുടെ മറ്റേ കേരള കൾച്ചർ ആ ഒരു ഇതിൻ്റെ ആ ഒരു തനിമ നിലനിർത്തുന്ന ഒരു അമ്പലം. വളരെ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ആർക്കിടെക്ചറാണ് മെയിൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 4 ഹോള്. വർഷത്തിൽ ഒരു ദിവസം ആ 4 ഹോളിലൂടെ കൃത്യ സൂര്യൻ വരുന്നൊരു സംഭവമുണ്ട്. അന്നാണ് ഈ അമ്പലം ഫുള്ള് പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ ഐതിഹ്യങ്ങളുണ്ട്. ലോകത്തിന് വേണ്ടിയുള്ള ഫുള്ള് നിധി ഇതിനുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതൊന്നും എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് ഒരു ഐതിഹ്യം. എന്തായാലും നമ്മളെന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടു കിട്ടി പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്യാവശ്യം എല്ലാവരും തിരക്കൊക്കെ ആയി വരുന്നു. എല്ലാവരും അമ്പലത്തിൽ പോകണ പരിപാടി ഞായറാഴ്ചയാണെന്ന്. സോ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടരാം. വി ആർ ഗോയിങ് സ്ട്രേറ്റ് ടു കന്യാകുമാരി. ഓക്കെ, നമ്മളപ്പം എന്തായാലും പോകുന്ന വഴിക്കുന്ന നിർത്തിയാണ് ചായ കുടിക്കാൻ. കട്ടപ്പന സേ ഹായ് ഹായ്. ഒരു പഴംപൊരി കുടിക്കാം. ചാട്ടം കിട്ടുന്നതായിട്ട് ചായ അടിക്കുന്നത്. എന്തായാലും നമുക്കൊരു പഴംപൊരി പിടിച്ച് കാപ്പം പിടിക്കാം. ഗൈസ് നമ്മളപ്പോൾ എവിടെയാ? വെസ്റ്റേൺ ഗേറ്റ്സ്. സ്റ്റാർട്ടിങ് പോയിന്റ് അടുത്തില്ല ഗൈസ്. എന്നാലും ഇത് വെസ്റ്റേൺ ഗേറ്റ്സ് ആണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതൊക്കെയാണ് വെസ്റ്റേൺ ഗേറ്റ്സ്. നമ്മുടെ പാലക്കാടിൻ്റെ മലനിരകൾ ഒട്ടുമിക്കതും കയ്യേറിയിരിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അതെ, പാലക്കാടിൻ്റെ ഇത് മുഴുവൻ വെസ്റ്റേൺ ഗട്ട്സാണ്. നമ്മൾ പറയാൻ പോയിട്ടുള്ള ബ്രോ കൊള്ളാട്ടോ, നല്ല വ്യൂ ഉണ്ട്, നല്ല രസം. രാവിലെ അഭിചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം ഡ്രോൺ ഷോട്ട് എടുക്കാൻ നിർബന്ധിച്ചേനെ. കുഴപ്പമില്ല, എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഇതാണ് മെയിൻ റോഡ്. അപ്പം ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയതാണ്. ഇതാണ് കട്ടപ്പന. കട്ടപ്പന തമിഴ്നാട്ടില്. ഏതാ മൂഡ്, നല്ല രസമുണ്ടല്ലോ. ഗൈസ് നമ്മളങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുന്നു. യെസ്, ഇറ്റ്സ് കന്യാകുമാരി ഗൈസ്. അമ്പോ കൊള്ളാട്ടോ, ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ വിചാരിച്ചത്ര വെയിലില്ല. എടാ കൊള്ളാട്ടോ, കളറൊക്കെ നൈസ്. എൻ്റെ ബ്ലൂ കളർ. ഞാൻ ഇങ്ങനെ ഈ കളറിലെ കണ്ടിട്ടില്ല. എടാ നമ്മൾ എറണാകുളത്ത് തന്നെ രാമേശ്വരത്തൊന്നും ഞാൻ പോയിട്ടില്ല. നീ പോയിട്ടുണ്ടോ? ഒരു ഇത് തന്നെ വണ്ടർലെസ് സോൾ. ഇവിടെ ചെരുപ്പ് കിട്ടുന്ന സംഭവമുണ്ട്. നമ്മൾ വേളാങ്കണ്ണി പോയപ്പോഴും സെയിം സാധനമായിരുന്നു. ചെരുപ്പ് വരണം. പക്ഷെ അവിടെ പൈസ കൊണ്ടുക്കണ്ട, അവിടെ പൈസ ഉണ്ട്. അവിടെ 10 രൂപ. അപ്പം ഇതാണ് സംഭവം. എന്താ പറയുക, ഗാന്ധി ഉണ്ടാവും. മഹാത്മാഗാന്ധി അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ.
ഓ, ഇത് മഹാത്മാഗാന്ധിയുടെ ഹിസ്റ്ററിയാണ് എഴുതി വെച്ചത്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മഹാത്മാഗാന്ധിയുടെ കുറേ എന്താ പറയുക പോയ സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ വന്ന സ്ഥലങ്ങൾ, അതും ഇതുമെല്ലാം ഫോട്ടോസായിട്ട് ഒരു ഗ്യാലറി പോലെ അല്ലെങ്കിൽ മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞ് ഈ ചിതാഭസ്മം ഒഴുക്കുന്നതിന് മുമ്പ് ഈ അൺസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ചിതാഭസ്മ കുടങ്ങൾ 12 ഡിഫറെൻറ്റ് സ്ഥലത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ 12 ഡിഫറെൻറ്റ് സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാണ് അത് കടലിൽ ഒഴുക്കിയത്. അപ്പം കടലിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിവിടെയാണ് വെച്ചിരുന്നത്. അപ്പം അതാണ് ഈ സ്ഥലം. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതാണിത്. അപ്പം ഫുള്ളൊരു ഫോട്ടോസൊക്കെ വെച്ച് മഹാത്മാഗാന്ധിയുടെ പല ഫോട്ടോസ്, ഇപ്പം ജാലിയൻവാല ബാഗ് ആശ്രമത്തിന്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ സംസാരിക്കുന്നതും, പുള്ളിയുടെ പേര് പറഞ്ഞല്ലോ, നോബൽ പ്രൈസ് വിന്നർ രവീന്ദ്രനാഥ് ടാഗോറിനോട് അങ്ങനെ പല ഹൈ പ്രൊഫൈൽ ആൾക്കാരോട് ഇരിക്കുന്ന ഫോട്ടോസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഫുള്ളൊരു മ്യൂസിയം പോലെയെന്നോ അങ്ങനെ വേണേൽ പറയാം. അങ്ങനെ അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതാണ് ഈ സ്ഥലം. എന്തായാലും ഇതിൻ്റെ ഒരു ടോപ്പിലുണ്ട്. നമുക്ക് ആ ടോപ്പിലൂടെ കയറി എന്താണ് മുകളിൽ കാണാനുള്ളത് എന്നൂടെ നോക്കിയേക്കാം. കിടിലം പഠിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഈ അവിടെ കണ്ടോ ടവർ ഉണ്ടോ, അത് എനിക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കൊള്ളാട്ടോ, നല്ല തെളിഞ്ഞ ഒരു കടൽ. നമ്മളടുത്തത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് കാരണം പിന്നെ അത് തിരുവള്ളിയൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു വളരെ ഫേമസ് ഒരു കവിയാണ്. അപ്പോൾ അവിടെ പോകണം. പിന്നെ വിവേകാനന്ദൊക്കെ വന്ന് അവസാനം ധ്യാനത്തിലൊക്കെ ഇരുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ ഒന്ന് പോയി കാണാം. ആ ഗ്ലാസ് ബ്രിഡ്ജ് ഈയിടെ പണിതാണ്. ആക്ച്വലി നമ്മളിവിടുന്ന് ബോട്ടൊക്കെ എടുത്ത് അവിടെ പോയി കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം, ഒന്ന് ആദ്യം ഏതൊരു സൈഡിൽ ഇറങ്ങിയിട്ട് തിരിച്ചിപ്പുറത്ത് പിന്നെ വനായിരുന്നു. ഇപ്പോൾ പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതുകൊണ്ട് സീനില്ല. ഏതൊരു സ്ഥലത്ത് ഒറ്റ പ്രാവശ്യം ഇറങ്ങിയാൽ മതി, ഫുള്ള് കണ്ടിട്ട് വരാം. നമുക്ക് ഓരോ കാണാം. പിന്നെ പണ്ട് സുനാമി വന്ന സമയത്ത് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഫേസ് വരെയൊക്കെ വെള്ളം പൊങ്ങി വന്നായിരുന്നു. അങ്ങനെ കുറേ ചരിത്രങ്ങൾ പറയുന്ന സ്ഥലമാണ്. നമുക്കതോടെ ഒന്ന് പോയി കാണാം. ഗൈസ്, നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് ബോട്ടിങ്ങിന് പോകണം. ഞാൻ നേരത്തെ അവിടുന്ന് കാണിച്ചില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്തോട്ട് പോകണം. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ കണ്ണാടി, അത് ഒറ്റ പോയിന്റ് ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ട്. മോനെ മാസ്. അപ്പം നമ്മളെന്തായാലും ബോട്ടിങ്ങിന് പോകണം. അപ്പോൾ അവിടെ ഫീസ് എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. ഏത് ബോട്ടിന് അപ്പം ബോട്ടിന് എത്ര? ബോട്ടിന് 50, ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് 75. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് ഇവിടെ. അല്ല, ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയാം. പെട്ടെന്ന് നമുക്ക് അവിടെ എത്തുന്നതല്ല, ക്യൂ നിൽക്കണ്ട. അതിന് 300 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഫീസ് സ്ട്രക്ചർ അങ്ങനെയാണ് പറയാം. എവിടുന്ന് മണ്ടയൊന്നും കാണാൻ പോലില്ല. ചേട്ടാ തിരക്ക് കുറഞ്ഞതാ. തിരക്ക് കുറഞ്ഞു ഒമ്പോ വിഷയം. എന്തായാലും തിരക്ക് കൊണ്ടിട്ട് വേഗം പോടാ, ഓടിക്കറ നടന്നങ്ങ് ഓടിയാലോ. കട്ടപ്പന മേക്ക് സീൻ ചെയ്യുന്നുണ്ടോ? നീ അവിടെ ചെന്ന് നടുക്കിയാ നിൽക്കുക. എന്നിട്ട് കണ്ണാടിയൊക്കെ ഇങ്ങനെ ഊരിയിട്ട് മാസമായിട്ട് വേണ്ട താല്പര്യമില്ല. നീ ഈ ചേട്ടനോട് ചുമ്മാ കണ്ണാടി ഉണ്ടല്ലോ ചോദിച്ചാണ്ട് നീ കണ്ണാടി കൊടുക്കുക. ചേട്ടാ 70 രൂപയാണ് ഈ കണ്ണാടി തരാന്ന് പറ. ചേട്ടാ 70 രൂപ ഇപ്പം ഈ കണ്ണാടി തരുന്നത്. ഓ, അപ്പോഴും നിനക്ക് 20 രൂപ. അപ്പം ബിസിനസ്. ഓ, അവരൊക്കെ ജോൺ ഫാനായിട്ട് ആൾക്കാരാണ്. ഞെക്കി പിടിച്ചേക്കും. മാണി കണ്ട എന്തെങ്കിലുമൊക്കെ മാളിത്തരം പറഞ്ഞിങ്ങനെ നടക്കാറുണ്ട്. ശരിട്ടോ, നമ്മൾ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. ഈ തിരക്കുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ബോട്ട് ചട്ടി. ഇവിടെ 50 രൂപ. എറണാകുളത്ത് വല്ലതും ആയിരിക്കണത്. അവന്മാർ കാശ് പിരിച്ച് നശിപ്പിച്ചാനങ്ങോട്ട്. ഗൈസ്, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കൊള്ളാം. തിരക്ക് തീരെയില്ല കേട്ടോ, തീരെ. എടാ അത് ബോട്ടേ കയറണ തിരക്കാണിത്. കട്ടപ്പന ബോട്ടേ കയറണ തിരക്കാണോ? അല്ലടാ, 50 എഴുതിയിട്ടുണ്ടോ? അതാണ് ബോട്ട്. ആ ബോട്ടിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഘട്ടം ഘട്ടമായിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നുള്ളത് തോന്നി. അവിടേക്ക് ക്രെയിൻ കിടപ്പുണ്ട് കണ്ടോ ഗൈസ്, ക്രെയിൻ. അതെന്തായാലും അവിടെ ചിലപ്പോൾ കാണിച്ചില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് ഗേറ്റ്. അതിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാർ കുഞ്ഞായിട്ട് നിൽപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഇവിടെ വന്ന് എന്തിനാണ് നിൽക്കണേ? എന്ത് കാണാനാ? നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നിൽക്കാം. അത്യാവശ്യം നല്ല പോലെ വെയിലുണ്ട് കേട്ടോ. അതാണ് അടിപൊളിയായിട്ടുള്ളത്.
ഹാർഡ് വർക്ക് ഉണ്ടല്ലേ. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പാളിയിട്ടുണ്ട്. നമ്മൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അവിടെ എന്തോ ബോട്ട് സർവീസ് എന്തോ സീനായിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ആ പരിപാടി അവിടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇനിയിപ്പം നല്ല വെയിലായിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിദൂരതയിലുള്ള ഒരു സ്വപ്നം മാത്രമായി അത് മാറിയിരിക്കുകയാണ്. ബട്ട് നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ വ്ളോഗിൽ അത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ അവിടെ നമ്മൾ നിന്ന്, പക്ഷെ എന്നിട്ട് പരിപാടി നടന്നില്ല. സോ നമുക്ക് എന്തായാലും ബാക്കി പോയി നോക്കാം. വേറെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ, നിങ്ങളെ കാണിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം. സോ ബൈ ബൈ. ഒരു മാറ്റവും ഇല്ല, എല്ലാവരും അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഇനി ആൾ തന്നെയുണ്ട്. ഇതിലൊന്നും ഒരു നടപടി ഇല്ലാത്ത വെറുതെ ആൾക്കാർ നോക്കിയിരിക്കുന്ന. അപ്പം അങ്ങനെ വ്യത്യസ്തമായ ഓർമ്മകൾ സമ്മാനിച്ച അത് കന്യാകുമാരിയോട് യാത്ര പറഞ്ഞ് ഞാനും നമ്മുടെ കട്ടപ്പനയും ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. നോക്കട്ടെ ആരത്, സോറി കേട്ടോ, പുള്ളി പേടിച്ച്. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തായാലും സൈൻ ഓഫ് ചെയ്യുകയാണ്. വേറെ എവിടെയെങ്കിലും പോയി നോക്കട്ടെ. അയ്യോ മടുത്തു കേട്ടോ, ഭയങ്കര വീല. 1 മണി ആകാറായെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ ബൈ. നമ്മളപ്പോൾ പോകുന്ന വഴിക്കൊന്ന് നിർത്തിയേക്കാണ്. വണ്ടിയുടെ ബ്രേക്കിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഇവൻ മടുത്ത്, ഇവനെ കൊണ്ട് ഗ്യാപ്പ് കിട്ടിയുണ്ട്. ആരെയോ വീഡിയോ കോൾ വേറെ ആരില്ല, മാണിന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇന്നത്തെ ഈ വ്ലോഗ് ഭയങ്കര ഷോക്കായി പോട്ടോ. അയ്യോ, ഇതൊരു മറ്റേ ഇന്നാണ് നിങ്ങൾ മറ്റേ കാസർഗോഡ് വ്ലോഗ് കണ്ടു കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്തെ വ്ലോഗ് ഇത് കണ്ടില്ലെങ്കിൽ എൻ്റെ ലിങ്ക് ഇത് ഇവിടെ വരും. സോ അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ മൊത്തം പണി കളിപ്പി. അന്ന് പോയടത്തെല്ലാം ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും നേരം അവിടെ നിന്നിട്ട് മാണീൻ്റെ വ്ലോഗിൽ അത് കാണിച്ചു തരാം. അതേ കേട്ടോ മാണി. വേണ്ടോ സീന മാണി, ഒരു ഹായ് പറ. അയ്യോ, ഒരു പണിയില്ലാതെ ഒരു ചെരയില്ലാതെ നിൽക്കുക. നമുക്ക് എന്തായാലും ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ കട്ടപ്പനയുടെ ഏറ്റവും അഭ്യർത്ഥന നമ്മളെ അടുത്ത് അങ്ങോട്ട് പോണേ വിഴിഞ്ഞം. അപ്പൊ നമുക്ക് വിഴിഞ്ഞത്ത് പോവാം. യെസ്, നമ്മൾ അവിടുന്ന് നേരെ ഇതാ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. കൊള്ളട്ടെ, ഇവിടുത്തെ വഴി എല്ലാം അടിപൊളിയായിട്ട് ചെറിയ വഴിയാണ്. സോ എന്തായാലും നല്ല സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അങ്ങ് പോയി നോക്കാം. അവിടെ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗൈസ്, അപ്പം എന്തേ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് വിശ്വവിഖ്യാതമായ സ്ഥലം, വിഴിഞ്ഞം തുറമുഖം. ശരിക്കും ഇത് ഒരു സൈഡേ ഉള്ളൂ കേട്ടോ, നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. We don't have entry to that place. പിന്നെ ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് നല്ലതാണല്ലോ. ഏത് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്മീഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ആക്ച്വലി വിഴിഞ്ഞം ഒരു ഭാഗം മാത്രം. ഇതിനെ ഒത്തിരി വികസിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ ഇന്ത്യയിൽ മോസ്റ്റ് പ്രോബ്ലി ഏറ്റവും വലിയ ഒരു പദ്ധതിയല്ല, ഏറ്റവും വലിയ പോർട്ടാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലമാണ്. അപ്പം ഇത് ഒരു സ്ഥലം മാത്രമേ കമ്മീഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ആക്ച്വലി എന്താ പറയുക, വലുതായി വരുമ്പോൾ ഇതൊക്കെ എടുത്തു പോകും. ഈ സ്ഥലത്തൊക്കെ ഇതായിട്ട് എന്താണ് വിഴിഞ്ഞം തുറമുഖമായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക് ഇത് വരുന്നതിനെതിരെ. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ. നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല, ഇവിടുന്ന് കാണാതെ ഉള്ളൂ. സോ നമുക്ക് പോകാം. ഗൈസ്, ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ. എവിടെയാണത്? യെസ്, ഇവിടെയാണ് ഗൈസ്, കോവളം. യെസ്, വി റീച്ച് കോവളം നൗ. എന്തായാലും ഇവിടം വരെയൊക്കെ എത്തിയ സ്ഥിതിക്ക്, കാരണം ഇന്നത്തെ പരിപാടി എല്ലാം ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും മൊത്തം ഒന്ന് കണ്ടു കേട്ടിട്ട് പോകണതാണല്ലോ നല്ലത്. എന്തായിരുന്നു പാരകളേരി. യെസ്, അത് പാരകളേരി. നമ്മളെന്തായാലും എല്ലാം ഒന്ന് കാണാം, കേൾക്കാം, കടൽ കാണാലോ, തിരയെണ്ണിരിക്കാം. ആടി മോനെ, ഇൻസ്റ്റാഗ്രാം ഐഡി എക്സോട്ടിക്. ഇഷ്ടപ്പെടില്ല? വേണ്ടാവേ. പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം തന്നെ. അത് ശരി, എന്നാൽ പിന്നെ അതുവഴി നടക്കാല്ലേ. മണൽത്തരികൾ എണ്ണി മരിക്കണ്ടല്ലോ എന്നോർത്ത് കട്ടപ്പന പറഞ്ഞ പ്രകാരം നമ്മൾ കടകൾ കണ്ട് ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. പുള്ളിനാണ് ഓടിച്ചു വിട്ടത്. എന്തായാലും ഉള്ള
വന്നപ്പോൾ എന്തായാലും മൊത്തം ഒന്ന് എന്തായാലും കോവളം ഫുള്ളൊന്ന് കണ്ട് കഴിഞ്ഞു, നടന്നു, കുറച്ച് നേരം ഇവിടെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് കൊള്ളാം. എറണാകുളത്തെ ബീച്ച് വല്ലോ കേട്ടോ, 3 സാധനം കേട്ടോ. ചാടണം ഇവിടെയൊക്കെ വന്ന് ചാടണം. എറണാകുളത്തൊക്കെ ഞാൻ പോയി ബീച്ചിൽ ചാടി തുറക്കുന്നുണ്ട്. റിഗ്രറ്റ് അടിക്കുന്നു ഗൈസ്. എന്തായാലും നമ്മൾ കോവളം ബീച്ചിനോട് യാത്ര പറഞ്ഞ് അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വ്യൂ. നമ്മളങ്ങനെ ഇത് രസമല്ലേ സാധനം കാണാൻ. മാസ് ഗായ്സ്, ഈ സാധനം ഒറിജിനലാണോ എന്നറിയില്ല. ഗായ്സ് ഇത് ഒറിജിനലാണ് മോനെ. ആദ്യം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇത് ഒറിജിനൽ അല്ലെന്നോ, പക്ഷേ ഇത് ഒറിജിനലാണ്. ഇത് 87-89 കാലയളവിലൊക്കെ ഈ ആൾക്കാരെ രക്ഷിക്കാനും അതുകൊണ്ട് രക്ഷാസേനകൾക്കൊക്കെ ഉപയോഗിച്ച MI-8 എന്ന ഹെലികോപ്റ്ററാണ്. അതിൻ്റെ പേര് പ്രതാപ് എന്നാണ്. കൊള്ളാം, നല്ല പ്രതാപത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. വാവ്, വളരെ ബ്യൂട്ടിഫുൾ. കൊള്ളാലേ. ഹെലികോപ്റ്ററിലൊക്കെ കയറുന്നത് എൻ്റെ വലിയ ആഗ്രഹം കേട്ടോ. എനിക്ക് കട്ടപ്പനെ എനിക്കുണ്ടല്ലോ പ്ലെയിനിൽ കയറണം എന്ന ആഗ്രഹത്തെക്കാളും കൂടുതലുള്ള ഹെലികോപ്റ്ററിൽ കയറണത്. മസ് ഇന്ത്യൻ നേവിയുടെ കേട്ടോ, പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 4000 രൂപ ഞാൻ കൊടുക്കണം, എനിക്ക് വിഷയമില്ല. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഫോട്ടോ എടുത്ത്. സോ വി ആർ ഗോയിങ് നെക്സ്റ്റ് ടു ദ ഐക്കോണിക് കിങ് ഓഫ് ശംഖുമുഖം. ഇതാണ് ഇവിടുത്തെ ഐക്കൺ. ഈ പിക്ചർ, ഈ ഒരു മത്സ്യകന്യക, ഇത് കൊള്ളാം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ഡെവലപ്പാക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കിഡ്ല സ്പോട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം മരങ്ങൾ വെച്ച് നല്ലൊരു തണൽ. ഇപ്പം എറണാകുളത്ത് സുഭാഷ് പാർക്കൊക്കെ ഇല്ലേ, ഫുൾ തണലാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് ഈ നടുക്കി പ്രതിമ നൈസാണ്. അപ്പം പിന്നെ ഇവിടെ ഈ ഹെലികോപ്റ്ററും അത് അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയില്ല. കടലൊക്കെ പിന്നെ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ വ്ലോഗിൻ്റെ അത്ര നിങ്ങൾ ഓൾറെഡി ഒരു കടലുണ്ടല്ലോ. അപ്പം സോ ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും സൂപ്പർ ലുക്കല്ല. നമുക്ക് എന്തായാലും എൻ്റെ മുകളിൽ കയറിയിട്ട് നല്ലൊരു വ്യൂ ഉണ്ടോ നോക്കാം. ഇതാണ് വ്യൂ. കൊള്ളാട്ടോ, കാരണം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇത് ഒരാളുടെ കിടക്കുന്നൊരു വ്യൂ കേട്ടോ. മറ്റേ കൈയൊക്കെ വെച്ച് കിടക്കും, കാലെടുത്ത് മേടി വെച്ച്. അവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ. എസ്തെറ്റിക് തന്നെ. ഇതെന്തോ ഒരു പടം. ഇത് കിടിലൻ ബിൽഡിംഗ് ആണല്ലോടാ. ഓൾഡ് കോഫി ഹൗസോ അല്ലായിരിക്കും, മുഴുവൻ അങ്ങനെ ആ സാധ്യതയില്ല. അവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. എടാ അത് എന്തോ ഒരു മണ്ഡപ സെറ്റപ്പ് അല്ല, അത് മറ്റേ കല്ല് വെച്ചുണ്ടാക്കിയത്. അവിടെ ട്രാക്ടർ ഉണ്ടോ? ട്രാക്ടർ ഉണ്ട്, കരിക്കട്ട വളർത്തിക്കും ട്രാക്ടർ. കൊള്ളാം. നമുക്ക് എന്തായാലും കുറച്ച് ബീച്ചും ഒക്കെ ഒന്ന് കാണാം. എനിക്കും ഇതൊക്കെ എന്തിനായി മണത് വെച്ചേക്കുന്നത് അല്ലേ, നിങ്ങൾ പറയൂ. അതെ, തണലിന് ആൾക്കാരിക്കാണ്ട് ഇത്രയും. ഇതെന്തായാലും ഫുൾ കല്ലാണ് ഉണ്ടാക്കിയേക്കുന്നത്. തണല് ഇതിപ്പോൾ ഇവിടെ മുഴുവൻ വെയിലായി നടക്കുക. കട്ടപ്പന പറഞ്ഞു ഇതിനകത്ത് ആളുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ രസമുള്ളത്. പക്ഷേ എനിക്കിതിനകത്ത് ആളുണ്ടായിട്ട് വീഡിയോ എടുക്കുമ്പോൾ വലിയ രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ട്രാക്ടർ കൊള്ളാട്ടോ. ട്രാക്ടർ അങ്ങനെ ഇഷ്ടപ്പെട്ട്. ഫുൾ ബ്ലാക്ക് കളർ, ബ്ലാക്ക് മാഫിയ. അപ്പോൾ എന്തായാലും ഈ സാധനം എന്തിനായിരിക്കും ഇത് പണിത്, ഇതെന്തിനായിരിക്കും പണിതെന്നറിയാമോ? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കത് നീ കട്ടപ്പന അതിനെക്കുറിച്ച് ആധികാരികം പഠിച്ച് രേഖപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കണ്ടിലൂടെ നിന്ന് കണ്ടേക്കാം. പക്ഷേ കോവളത്തെ നടച്ചിട്ട് നീറ്റ് എന്തായാലും എത്ര ട്രാക്ടറാണ്. ആ ട്രാക്ടർ നേരത്തെ പോയത് ട്രാക്ടർ. ഇത് വഴികൾ ഓടിച്ചു കളിക്കാൻ എനിക്കത് കഴിച്ച് ട്രാക്ടർ എന്തിനാണോ അത് മിക്കവാറും ഇടയ്ക്ക് ബോട്ട് മുഴുവൻ കെട്ടി താഴ്ട്ട് വലിക്കാനായി. വെറുതെ പറഞ്ഞാണെങ്കിലും സംഭവം കറക്റ്റായിരുന്നു. ട്രാക്ടർ കെട്ടി ഒഴിക്കാൻ വേണ്ടിയാണ്. കാരണം അത്രയും കരയിൽ നിന്ന് തള്ളി ഇറക്കുന്ന ട്രാക്ടർ പോസിബിൾ അല്ല ഇപ്പം. പണ്ടൊക്കെ തള്ളി ഇറക്കിക്കൊണ്ടാണ് ഇരുന്നത്, എന്നാലും അത് ഇപ്പം എല്ലാവരും ട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ട്രാക്ടറിൻ്റെ കളർ ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത് ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങുന്നുള്ളത് കൊണ്ട് അതൊരു പ്രത്യേകം പെയിൻ്റ് അടിച്ചേക്കുന്നതാണ്. അപ്പോൾ അത് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി. നമുക്കെന്തായാലും നിങ്ങൾ ആരും ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ, വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും ഇത് ആദ്യമായിട്ടാണ്, എന്തായാലും കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ മോസ്റ്റ് പ്രോബബ്ലി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. കടലിലെ പ്രത്യേകിച്ച് വിഷ്വൽസ് എന്താ പറയുക, ഓൾറെഡി നിങ്ങൾ കോവളത്തിന്റെ വിഷ്വൽസ് കണ്ടു കാണുമായിരിക്കും. സോ എന്തായാലും
ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇതുപോലെ ഒട്ടനവധി നല്ല വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഐ ആം സൈനിങ് ഫ്രം കട്ടപ്പന ദ ക്യാമറമാൻ. ഓക്കെ.